കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്നറിയാം. വൈകിട്ട് 4 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിക്കും. കേരളത്തിന് പുറമെ തമിഴ്നാടും പശ്ചിമബംഗാളും അസമും പുതുച്ചേരിയും പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ഇനി തെരഞ്ഞെടുപ്പ് പൂരം. വൈകിട്ട് 4 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കുന്നതോടെ നാടും നഗരവും തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായാകും തിരഞ്ഞെടുപ്പ്. 2,69,00,000 വോട്ടർമാർ കേരളത്തിൽ വിധിയെഴുതും. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ 3-ാം വാരത്തിലായിരിക്കും വോട്ടെടുപ്പ്. മെയ് ആദ്യം ഫലപ്രഖ്യാപനമുണ്ടാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനത്തോടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. സർക്കാർ പരിപാടികൾക്കും പ്രഖ്യാപനങ്ങൾക്കും ഉദ്ഘാടനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയാക്കിയ മുന്നണികളും പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് കളം സജീവമാകും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ അസമിലും പുതുച്ചേരിയിലും മാത്രമാണ് NDA ഭരണം. വിജയുടെ TVK തമിഴ്നാട്ടിൽ ആദ്യ തെരഞ്ഞെടുപ്പ് അംഗം കുറിക്കുകയാണ്. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിക്ക് 4-ാം ഊഴം ലഭിക്കുമോ? കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് അസമിൽ കളമൊരുങ്ങുമോ? ജനവിധി അറിയാൻ ഇനി കാത്തിരിപ്പ്. പ്രതിപക്ഷ പാർട്ടികളുടെ തട്ടകമായ കേരളം, തമിഴ്നാട്, ബംഗാൾ എന്നിവിടങ്ങളിൽ വേരോട്ടമുണ്ടാക്കാൻ BJP നടത്തുന്ന ശ്രമങ്ങളാകും ദേശീയ തലത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നിർണായകമാക്കുന്നത്. വിനീത VG, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.